വഴി തെറ്റിപ്പോയി ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ വ്ലോഗ് വരാൻ താല്പര്യപ്പെടുന്ന ആളല്ല. ഞാൻ ഇടിച്ച് പുറത്തിറക്കൂല, നോക്കിക്കോ. 2 ഫോട്ടോ എടുത്ത് ചോളന്ന. ഇവിടെ ഒരു ഫാഷൻ ഷോ തുടങ്ങിയിട്ടുണ്ട്. കൊറേ നേരം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡ്രസ്സാണ്. This is my fit check. ഇത് മിന്നുവിന്റെ പാന്റ്, ഇത് അപ്പുവിന്റെ അൽമാരിന്ന് കിട്ടിയ ടോപ്പ്. അലമാരിൽ കഴിഞ്ഞോ തപ്പി? എല്ലാ ഡ്രസ്സുകളും അപ്പുവിന്റെ കാണാണ്ടിരിക്കാനുള്ള വഴിയില്ല. എനിക്ക് ഏത് ഡ്രസ് ഇഷ്ടപ്പെട്ടാലും ഞാൻ അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ വന്നപോലെ കണ്ടായിരുന്നു. സമയമുണ്ടല്ലോ നമ്മക്ക്. അമ്മ അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. കൊള്ളാം. ഇപ്പൊ പോയി ആ കളിക്കേ. സിംഗാരി സിംഗാരി ഷീനാന്റെ ഒരു ബ്ലോഗിൽ ഞാനും ഒപ്പം കൂടെ കൊള്ളുന്നത്. ഇതൊക്കെ ബ്ലോഗ് വരും കേട്ടോ. നോ ഇഷ്യൂസ്. അവള് പഠിച്ചില്ല. This is my അടുത്ത outfit. അടുത്ത ഡ്രസ് ആരുടെ Costly. എനിക്ക് ഇവിടെ എല്ലാവരും ഡ്രസ്സ് മാറി ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. അപ്പം പിന്നെ ഞാനും ഓടിപ്പോയിട്ട് ഡ്രസ്സ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാം. ഇത് കണ്ടോ, ഇവിടെ 2 ആള് വന്നു. എൻ്റെ അപ്പൂൻ്റെ റൂമാണ്. അലമാരിലിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഇവർ മാറി മാറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിന് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. വാ നമുക്ക് പോയി ഫോട്ടോ എടുക്കാൻ തന്നെ. വാ വാ വാ. ഇവിടെ ഭയങ്കര റെഡി ആവാനാണ്, ഭയങ്കര റെഡി ആവും. ഇതുണ്ടോ ഭിത്തിയിലുള്ള ഫോട്ടോസാണ്. അവിടെ അപ്പൊ വീഡിയോ എടുക്കാൻ നമ്മള് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അല്ല മിന്നു? യെസ്. ചുമ്മാ രസം, പ്രാന്ത്. നമുക്ക് എല്ലാവരും എന്ത് ചെയ്ത് നോക്കാം. അപ്പു മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പോയി. വെയിറ്റ്, ഷീനാൻ്റെ നോക്കാം. ഷീനാൻ്റെ ഇവിടെ നമ്മുടെ ചക്കപ്പുഴുക്ക് നേരത്തെ വെച്ച കപ്പ ചക്ക റെഡി. ഷീനാൻ്റെ കോസ്റ്റ്യൂമിൽ ഫുള്ള് സെറ്റപ്പ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഡ്രസ്സ് മാറിയില്ല. ഇനി പാത്രത്തിലൊക്കെ മാറ്റി വെക്കാം. അപ്പൊ കഴിക്കാൻ എളുപ്പമാണ്. ചക്കയൊക്കെ ആയി. യാത്രക്കൊക്കെ ഉള്ള യാത്രയാവാറായി. കണ്ടില്ലേ പുറത്തൊക്കെ ഇരുളുന്നുണ്ട്. ഷീനാൻറ്റിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇനി ഞങ്ങളെ നമുക്ക് കുറച്ച് സമയം എടുക്കും. മിന്നോടെ സ്നാപ്പ് എടുക്കുന്നുണ്ട്. രസം. എനിക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു. കപ്പുനെ അറിയിച്ചിട്ട് ചെല്ലാം. ഓ മൈ ഗോഡ്, മേഡം ഭയങ്കര സ്ട്രെച്ചിങ് ആണ്. പാൽക്കണ്ണാടി എനിക്കും ഇഷ്ടപ്പെട്ടു. ട്രാൻസിഷൻ പോലെ ഒരു വീഡിയോ. ട്രാൻസിഷൻ പോലെ ഒരു വീഡിയോ. മറ്റേ സാധനം ഇല്ലേ, ചുണ്ടും കൊണ്ടൊരു സാധനം. ആ നാന്താ പൗർണമിന്ന് എപ്പോഴും കണ്ടുപിടിച്ചിങ്ങ. ഒന്നൂടെ നാന്താ പൗർണമിന്ന് എപ്പോഴും കണ്ടുപിടിച്ചിങ്ങ. അയ്യോ എന്റെ കണ്ണു കിട്ടിയില്ല. അങ്ങനെ പറയുള്ളൂ. നാന്താ പൗർണമിന്ന് എപ്പോഴും കണ്ടുപിടിച്ചിങ്ങ.
തിരിച്ചാണ് ഇട്ടത്. വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ലൈറ്റ് ഉണ്ടല്ലോ. ഷീനാൻ്റെ എപ്പോഴാ വരാ? എനിക്കകത്ത് സ്നാപ്പ് ഉണ്ടോ? എടി സിംഗിൾ എടുത്ത് തരുമോ? മറ്റേ എന്താണ് എനിക്ക് വയ്യാത്തോട്ടിയാണ്. ചോറാണ് വേണ്ടത്. എന്തൊരു ചോറാണ് നമ്മുടെ ഹോട്ടൽ ഇതിനാ ഫേമസ് ഹേ ഫോർ ചോറ് കറി. എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വരാ. ഹോം ഡെലിവറി ഉണ്ട്. നല്ല വെറൈറ്റി ചിക്കൻ കറി. ചോറ് മതിയോ ചേച്ചി? ഇച്ചിരി കൂടെ വേണോ? ചേച്ചിക്ക് ഫുൾ ചോറ് തരും ഞാൻ. 2 പേർക്കാണ്. 2 പേർക്കുള്ള ചോറാണ്. ചക്ക വേണോ ചേച്ചി? നല്ല ചക്ക ചൂടാക്കണം. കുറച്ചും കൂടി ഇട്. അതിനകത്ത് സെൽഫ് സർവീസ് ആണ്. ചൂസ് ചെയ്തിരിക്കുന്നു. ചിക്കൻ കറി വേണോ ചേച്ചി? എല്ലാം സെൽഫ് സർവീസ്. ചിക്കൻ കറി ഉണ്ട്, എല്ലാം ഉണ്ട് എന്റെ കിച്ചണിൽ. എത്ര സ്റ്റാർട്ടല്ല മൈക്രോവേവ്. ഇനി അപ്പുവിന് എന്താ വേണ്ടേ? പറയടി. റെഡി സ്റ്റഡി ഗോ. എന്റെ ചോറാണ്. നിന്റെ ചോറാണോ? എനിക്ക് ചോറ് മതി. ഇതൊക്കെ എന്റെ സാരിയെല്ലാം വലിച്ചു വാരി ഇവിടെ ചുറ്റി മോഡലിങ്ങോ എന്തെല്ലോ പരിപാടികളുണ്ട് ഇവിടെ. ഒന്നും ഉറക്കമൊന്നുമില്ല. ഫാഷൻ പറയടാ. ആ കബോർഡങ്ങ് അടച്ചു വെച്ചേ. അത് നാട്ടുകാർ കാണിക്കണ്ട. രസമുണ്ടല്ലേ? വരോ? തലേദിവസം രാത്രിക്കത്തെ തുള്ളലും പാട്ടും കൂത്തെല്ലാം കഴിഞ്ഞിട്ട് ഏതോ ഒരു നേരത്തേക്കാണ് കിടന്നുറങ്ങിയേക്കുന്നത്. ഇതുവരെ എഴുന്നേറ്റിട്ടൊന്നുമില്ല. അപ്പം മക്കൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയൊക്കെ ചുട്ട് ചായയും എല്ലാം എടുത്ത് അവിടെ വെക്കാം. എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം കഴിച്ചിട്ട് അവർക്ക് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് ഞാനിവിടെ എല്ലാത്തിനും ചായ ഫുഡും കൊടുത്തു കഴിഞ്ഞിട്ട് ടേബിളിൽ നിന്ന് ഇതെല്ലാം ഓടിയിട്ടുണ്ട്. ഫുഡും എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് നേരെ പോയിട്ടേ ടി വിയുടെ മുമ്പിൽ പോയിട്ട് കുറ്റി അടിച്ചിട്ട് ഇവിടെ ഇരുന്ന് തിന്നേരാണ് അവർക്ക് ഇറങ്ങത്തുള്ളൂ. എല്ലാവരും പോവാൻ ഇത് റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ പണിയാണ്. കാലിനെന്നായിട്ടേ പൊട്ടിയാ എന്തിയാ ഒരാള് ഇവിടെ ഫോണിനകത്താണ് പാട്ടൊക്കെ വെച്ച് ഇവിടെ പോവാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ഇത് എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ടൗണിൽ കൊണ്ട് ഇറക്കി വിടണം. ബസ് കയറിയാണ് പോകുന്നത്. ഞാൻ കൊണ്ടുവിടാനൊന്നും പോകണില്ല. ഗൈസ്, അപ്പം നമ്മളെല്ലാവരും പോവാണ്. നമ്മൾ തിരിച്ചു കൊണ്ടുവിടാൻ പോവാണ്. അപ്പം ഷീനാൻ്റെ വണ്ടി ഓടിക്കാണ്. മിന്നുണ്ട്. മിന്നു ഹായ്. ഹലോ. എന്താണ് പറയാനുള്ളത്? എൻ്റെ വീട്ടിലോട്ടാണ് എല്ലാവരും വരുന്നത്. ഇന്ന് എൻ്റെ വീട്ടിലായിരിക്കും. ഇന്ന് ഇവിടുത്തെ എന്നിട്ട് അവള് ഞങ്ങൾ അവിടെ പോകുമ്പോ തേക്കും അങ്ങോട്ട്. ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഞങ്ങൾ അവളെ അങ്ങോട്ട് തേക്കും. എന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ല. ഞങ്ങള് വീട്ടില് വെറുതെ ഇരിക്കും. അതിന് പറ്റിയ സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയില്ലേ. തേങ്ങയാണ്. ഇമോഷണൽ ഡാമേജ് ആക്കി. സാരമില്ല.
നിങ്ങളും അത് കാണൂ. കണ്ടോ അവിടെ? ഞാനാണോ നിന്നെ ഞാൻ തേച്ചിട്ടുണ്ടോ എപ്പോഴേലും? ഇല്ല. ഇല്ല. അപ്പൊ ഫുള്ള് തേപ്പാണ് ഗൈസ്. സാധാരണ നമ്മുടെ ഇടയിൽ മെറിനാണ് ഞങ്ങൾ എപ്പോഴും തേക്കുന്നത്. ആടി പറയടി, അങ്ങനെ പറ. കഴിഞ്ഞ പ്രാവശ്യല്ലേ ഞങ്ങളെ എവിടെ കൊണ്ടുപോകാൻ പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് അവള് ഞങ്ങളെ കൊണ്ട് റെക്കോർഡ് എഴുതിച്ചു. അവളുടെ റെക്കോർഡ് അർജന്റായിരുന്നു, വല്ലാണ്ട് അർജന്റായിട്ട് ഞങ്ങൾക്ക് റെക്കോർഡ് എഴുതി. ലാസ്റ്റ് കരഞ്ഞു പിഴിഞ്ഞ് അവളെ എനിക്കൊരു കിൻഡർജോയ് മേടിച്ചു തന്നു. റെക്കോർഡ് എഴുതി കൊടുത്തതിന്റെ ഇതില് രണ്ട് ഇന്റർവ്യൂക്ക് നമ്മുടെ റെക്കോർഡ് ഫുള്ള് എഴുതി തരും. അവള് ഒരു ഇന്റർവ്യൂക്ക് വരച്ചു തന്നു. നമ്മളപ്പം നാട്ടിലോട്ട് വരുമ്പോ റെക്കോർഡ്സ് ഒക്കെ ആയിട്ട് വരിക, കസിൻസിനെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതൊക്കെയല്ലേ നമുക്ക്. ഞാൻ ഈ മാസം അവസാനം പ്രാവശ്യം പോയാൽ അടിപൊളിയായിരിക്കും. അത് ഞാൻ ഉറപ്പൊന്നും തരുന്നില്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോ അയ്യോ നമുക്ക് ഇന്ന് അവിടെ പോകണോ എന്നൊരു ചോദ്യം വരും പറഞ്ഞ. അതെ, എനിക്ക് മടിയാവും വീട്ടിൽ കയറിയാ പുറത്തിറങ്ങി. മടി ഞങ്ങളങ്ങ് മാറ്റി വന്നില്ല. അപ്പൊ ഇന്ന് നമ്മള് പൊളിക്കും. ഇല്ലേ നിന്നെ ഞങ്ങൾ എടുത്തിട്ട് പൊളിക്കും. നമ്മള് പൊളിക്കുമെന്ന്. ഇപ്പൊ നമ്മള് ടൗണിലെത്തി. ടൗണിൽ കൂടെ നമ്മള് ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കും. നമ്മള് KSRTC പ്രിയദർശിനി ബസ് ഉണ്ടോ പ്രതീക്ഷ. അതെ, അതിനകത്ത് തന്നെ പോണം. ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് അതിനകത്ത് പോയത്. 00 ടിക്കറ്റ് ഒക്കെ ഇതിന് മുമ്പാണ് നെട്ടാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് ഒരു പ്രാവശ്യം പള്ളി പോയപ്പം പിങ്ക് ബസ്സിൽ കയറിയാൽ നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും അല്ലേ. അങ്ങനെയൊക്കെ. അയ്യോ, നല്ല തിരക്കൊക്കെ ഉണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ട് ഗൈസ്. ബസ് സ്റ്റോപ്പ് എത്തി. ഞങ്ങളൊക്കെ ഇറങ്ങുവാണ്, പോവാണ്. ബൈ ബൈ എടി, ബൈ ബൈ പറ. ബൈ ബൈ. ഞങ്ങൾ ബൈ. ഓക്കെ, ഞങ്ങൾ പോവാണ് ഗൈസ്. ഇറക്കി വിട്ടിട്ട് ഞാൻ തിരിച്ചു പോവാണ്.